ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അച്യുതൻ ആശങ്കയിലാണ്. എന്തെങ്കിലും ഒരിക്കൽ ഭൂമിയുടെ യഥാർത്ഥ പേരൻസ് അവളെ അന്വേഷിച്ചു വരുമോ എന്നുള്ള ആലോചിച്ചുള്ള പേടിയിലാണ് അച്യുതൻ നിൽക്കുന്നത്. അത് അംബികയുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അംബിക ചോദിക്കും, എന്താണ് യഥാർത്ഥത്തിൽ അച്യുതേട്ടൻ്റെ ഈ ടെൻഷന് പിന്നിലെ കാരണം? നാട്ടിലോട്ട് പോകണമെന്ന് പെട്ടെന്ന് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ മോളെ ആലോചിച്ചിട്ട് വെറുതെ ആദ്യ പിടിക്കുകയാണോ? ഇന്നല്ലെങ്കിൽ നാളെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ അച്യുതേട്ടന് ഓർമ്മയുള്ളതല്ലേ? പിന്നെ എന്താണ് അച്യുതേട്ടന് ഈ ആദിക്ക് പിന്നിലെ കാര്യം എന്നൊക്കെ. അപ്പോൾ അച്യുതൻ ഒന്നും പ്രത്യേകിച്ചൊന്നും അവളുടെ അടുത്ത് പറയുന്നില്ല, അംബികയുടെ അടുത്ത് പറയുന്നില്ല. പിന്നെ ഭൂമി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഭൂമിയുടെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങിക്കുകയാണ്. മോളുടെ കയ്യിലുള്ള മാല എന്ന് തരൂ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൾക്ക് ഇതേ ഡിസൈനിലുള്ള മാല ഉണ്ടാക്കാനാണെന്ന്. അപ്പോൾ ഭൂമി ചോദിക്കേണ്ടത്, അച്ഛൻ്റെ ഏത് കൂട്ടുകാരനാണ് ഈ മാല വേണ്ടത് എന്ന്. അപ്പോൾ അച്ഛൻ പറയും, അത് നിനക്കറിയില്ല മോളെ, എന്തായാലും നീ ഒന്ന് ഊരിത്തായോ, ഞാൻ ഈ ഡിസൈനിലുള്ള മാല ഉണ്ടാക്കാൻ പറയാനായിരുന്നു എന്ന്. അപ്പോൾ അവൾ ഊരി കൊടുക്കുകയും ചെയ്യും. അപ്പം അച്യുതൻ ഇങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്, അതായത് ഈ മാല ഇട്ടിട്ട് അവൾ ആരെങ്കിലും കണ്ട അവൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമായിരിക്കും, എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിലാണ് അച്യുതൻ നിൽക്കുന്നത്. അങ്ങനെ അച്യുതൻ ആ മാല നോക്കി കുറച്ച് നേരം നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഭൂമി അച്യുതൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ ട്രസ്റ്റിലേക്ക് പോയിക്കുകയാണ്. ഭൂമി അവിടെ ഒരു ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ആൾ പറയുന്നത്, ഞങ്ങൾ ഭൂമിയെയും കുറിച്ചും ഭൂമിയുടെ അച്ഛനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട്. അച്ഛന് എന്താണ് അസുഖം? അപ്പോൾ ഭൂമി പറയുന്നത് അച്ഛന് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്, കുറച്ച് സിവിയർ സിറ്റുവേഷനാണ്, 13 ലക്ഷം രൂപ ആവശ്യമുണ്ട് ചിലവിന്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല, അതാണ് ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഈ ട്രസ്റ്റിലുള്ള ആൾ പറയും, ഞങ്ങൾ ഭൂമിയെക്കുറിച്ചിട്ടും ഭൂമിയുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ വിശദമായി അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. പോലീസ് സ്റ്റേഷനടുത്ത് ഭൂമി ഒരു ക്യാൻറ്റീൻ നടക്കുന്നുണ്ട്, അവിടെ നല്ല വിറ്റുവരവുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമല്ല നിങ്ങളുടേത് എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ പറ്റിയതെന്ന്. അപ്പോൾ ഭൂമി പറഞ്ഞു, അങ്ങനെ ഞാൻ സാറ് പറഞ്ഞത് പകുതി ശരിയാണ്. അതായത് എനിക്ക് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊരു ക്യാൻറ്റീനുണ്ട്, അവിടെ തരക്കടില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ ആ ക്യാൻറ്റീനിൻ്റെ പേരിൽ എനിക്കൊരു 8 ലക്ഷം രൂപയുടെ അടുത്ത് സാമ്പത്തിക ബാധ്യത ഉണ്ട്. ഞാനത് ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയത്. പിന്നെ എനിക്ക് അതിൽ നിന്ന് അത്രയധികം വരുമാനവും ലാഭമൊന്നും കിട്ടി തുടങ്ങിയിട്ടുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ട്രസ്റ്റിലത്തെ ആൾ പറയും, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഈ കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭൂമിയുടെ ഈ ഒരു അപേക്ഷ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ആ അപേക്ഷ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് വളരെ വിഷമത്തിലാണ് ഭൂമി പോകുന്നത്. പിന്നെ ഭൂമി ഒരു പാർട്ടി പ്രവർത്തകരെയും കാണാൻ പോകുന്നുണ്ട്. അതായത് ബാങ്കിലെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ആ പാർട്ടി പ്രവർത്തകരൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾ ചോദിക്കുന്നത് ഭൂമിയുടെ പാർട്ടി ഏതാണ്, ഭൂമി ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യാറ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾക്കതൊന്നും ഇഷ്ടപ്പെടില്ല. ശരിക്കും പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവളതിന് മറുപടി പറഞ്ഞ് അയാളായിട്ട് വഴക്കിട്ടിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. പക്ഷേ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറഞ്ഞ പോലെ അവൾക്കതങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവരുടെ കയ്യും കാലും പിടിച്ചിട്ടെങ്കിലും ഇത് എന്തെങ്കിലും ഒന്ന് ശരിയാക്കിയെടുത്താൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. അവൾ അയാളായിട്ട് വഴക്കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ നാം കാണിക്കുന്നത് നമ്മുടെ സൗഭാഗ്യപുരം വീടാണ്. സൗഭാഗ്യപുരം വീട്ടിലെ അഞ്ജനയുടെ മദ്യപാനത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം മാധവൻ പറയുന്നുണ്ട്, അമ്മ അഞ്ജന ചിലപ്പോൾ അറിയാതെ കഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളത് ക്ഷമിക്കേണ്ടേ എന്നൊക്കെ. അപ്പോൾ സൗഭാഗ്യ പറയും, സംഗീത ഒരു 5,000 രൂപ എടുത്ത് മാധവന് കൊടുക്കും. മാധവൻ പോയിട്ട് കുറച്ച് കള്ളൊക്കെ വാങ്ങി കുടിക്കട്ടെ എന്ന്. മാധവൻ പറയും, അയ്യോ അമ്മ, ഞാൻ കള്ള് കുടിക്കാറൊന്നുമില്ലല്ലോ എന്ന്. സൗഭാഗ്യമ്മ പറയും, നീ കള്ള് വേണ്ട, കുടിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സൗഭാഗ്യമ്മ താക്കീത് നൽകിയിടും. എന്നിട്ട് ചോദിക്കും, അഞ്ജനേനെയും ഭവാനിയെയും വിളിച്ചു കൊണ്ടുപോയോ. അപ്പോൾ അവിടുത്തെ സെർവൻറ്റ് പറയും, അഞ്ജന മേഡത്തിനെയും ഭവാനി മേഡത്തിനെയും അവിടെ കാണുന്നില്ല, റൂമിലൊന്നും കണ്ടില്ല, ഞാൻ ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ എന്ന്. അപ്പോൾ അവരെവിടെ പോയി, നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ സംഗീത എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് പറയും. പെട്ടെന്നാണ് മാധവൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. അത് അവരുടെ അമ്പലത്തിലെ പൂജാരിയാണ്. പൂജാരി വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, സൗഭാഗ്യ മേഡത്തിൻ്റെ കൊച്ചുമോൾ ഇവിടെ വന്ന് 25 തവണ ശയന പ്രദക്ഷിണം ചെയ്തു, ആ കുട്ടി ആകെ ക്ഷീണിതയായിരിക്കുകയാണ്, ഇപ്പോൾ കയ്യിൽ കർപ്പൂരം കത്തിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, മേഡം ഒന്ന് പെട്ടെന്ന് വരൂ, അപ്പോൾ ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്.
അപ്പോൾ സൗഭാഗ്യ ചോദിക്കും, അല്ല അവളുടെ അമ്മ ഭവാനി ഇല്ലേ കൂടെ? ആ ഭവാനി മേഡം ഉണ്ട്, പക്ഷേ അത് ഭവാനി മേഡം പറഞ്ഞിട്ടും ആ കുട്ടി അനുസരിക്കുന്നില്ല, നിങ്ങളൊന്ന് പെട്ടെന്ന് വരുമോ എന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും കൂടി പെട്ടെന്ന് അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ നിന്നിപ്പോൾ ഭവാനി ഓടി വരികയാണ്. എന്നിട്ട് പറയും, അമ്മയോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുകയാണ്. 25 തവണ ഇവിടെ ശയന പ്രദക്ഷിണവും ചെയ്തു, അവൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും കൂടി വേഗം അഞ്ജനയുടെ അടുത്ത് ഓടി പോകും. അപ്പോൾ അഞ്ജന കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ സൗഭാഗ്യമ്മ അതൊക്കെ തട്ടിക്കളയും. എന്നിട്ട് അവളെ കൈ നോക്കിക്കഴിഞ്ഞാൽ കൈ ആകെ പൊള്ളിയിട്ടുണ്ട്. മോളെ, നിൻ്റെ കൈ ആകെ പൊള്ളിയാലോ, നീ എന്ത് മണ്ടത്തരാണ് ഈ കാണിച്ചത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ അഞ്ജന എങ്ങനെയാണ് മറുപടി പറയുന്നത്? അതായത് ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണ്, മുത്തശ്ശി എന്നെ എങ്ങനെയാണ് വളർത്തിയതെന്ന് എനിക്കറിയാം. ആ മുത്തശ്ശിയെയാണ് ഇന്നലെ ഞാൻ വേദനിപ്പിച്ചത്, അതിൻ്റെ കുറ്റബോധത്തിലാണ്, എനിക്ക് മരിച്ചാലും മതി എന്നൊക്കെ. അപ്പം മാധവൻ ചോദിക്കും, എന്താ മോളെ ഇന്നലെ ശരിക്കുണ്ടായത്, മോളൊന്ന് തെളിച്ചു പറ. അപ്പം അഞ്ജന ഒരു കള്ളം പറയുകയാണ്. അതിങ്ങനെയാണ്, ഇന്നലെ പൂജയുടെ സമയത്ത് എൻ്റെ 2 കൂട്ടുകാർ വന്നു. അപ്പോൾ പൂജയ്ക്കിടയിൽ ശല്യമാവണ്ടെന്ന് കരുതി ഞാൻ അവരെ റൂമിലോട്ടാണ് ഇരുത്തിയത്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ റൂമിലിരുന്ന് അവർ മദ്യപിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. അവരെനിക്ക് കോളയാണെന്ന് പറഞ്ഞ് മദ്യം തന്നു. ഞാനത് കോളയാണെന്നുള്ള രീതിയിലാണ് ഞാനത് കുടിച്ചത്. അത് കുടിച്ചതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സാരമില്ല മോളെ, പോട്ടെ, ഇനി സാരമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഭവാനി പറയും, അമ്മേ, അവൾക്ക് അജയനെ വളരെ ഇഷ്ടമാണ്, അജയ് ഇല്ലാണ്ടൊരു ജീവിതം അവൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ ഇന്നലെ വിവാഹത്തിൻ്റെ കാര്യം റദ്ദ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ വിഷമത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സൗഭാഗ്യ അമ്മ ഒന്ന് ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം പറയും, നമുക്കൊന്ന് ഒന്നും കൂടി ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇത് നമ്മൾ വിവാഹം ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനമെടുക്കുകയാണെന്ന് പറഞ്ഞ് അജയിനെ വിളിച്ച് അജയിൻ്റെയും നമ്മുടെ അഞ്ജനയുടെയും കൈകൾ രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നിങ്ങളിനി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭവാനിക്ക് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷേ അജയ് ആ സമയം അജയിൻ്റെ പഴയ കാമുകിനെയാണ് ആലോചിക്കുന്നത്. അജയ് അവളുടെ മുഖവും അവളെ ചേർത്ത് പിടിച്ചിരുന്നതൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണ് നമ്മുടെ അജയ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അഞ്ജനയ്ക്കും വളരെ സന്തോഷമാവും. എന്നിട്ട് മുത്തശ്ശി പറയും, ഭവാനി, നീ ഇവളുടെ കയ്യിലെ മുറിവ് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വായോ എന്ന് പറയും. അതിനുശേഷം വീട്ടിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ബാക്കി എല്ലാവരും അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഭവാനി ചോദിക്കും, അഞ്ജനയെ നിനക്ക് ഡോക്ടറെ കാണണമെന്ന്. അപ്പോൾ അഞ്ജന പറയും, എന്തിനാ ഡോക്ടറെ കാണുന്നത് എന്ന് പറഞ്ഞ് കയ്യിൻ്റെ മീതെ നിന്നുള്ള ആ ഒരു സ്കിന്നിൻ്റെ ഒരു ഡമ്മി സ്കിൻ വെച്ചിരിക്കുകയായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ കർപ്പൂരം കത്തിച്ചിട്ടുള്ളത്. ആ സ്കിന്നെ പറിച്ച് കളയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചിരിച്ച് ആക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ, അഞ്ജനയും അച്യുതനും കൂടി പുറത്ത് പോകുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്യുതൻ ചുമച്ചപ്പോൾ മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ ബ്ലഡ് വരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കും അഞ്ജന. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രി ഡോക്ടർ പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെ സർജറി നടത്തിയില്ലെങ്കിൽ അച്യുതനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അച്യുതൻ്റെ അവസ്ഥ അത്രയും ക്രിട്ടിക്കലാണെന്നാണ് ഡോക്ടർ അഞ്ജനയോട് പറയുന്നത്. അപ്പം അഞ്ജനയ്ക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അഞ്ജന പറയും, ഡോക്ടർ അങ്ങനെ പറയല്ലേ, അച്ഛനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല, എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അഞ്ജനയാണ്. ഇതേ സമയം അഞ്ജനയെയും അച്യുതനെയും ഫോളോ ചെയ്തിട്ട് നമ്മുടെ വാടക കൊലയാളി കമാൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്യുതൻ പുറത്തിരിക്കുമ്പോൾ കമാൽ ഒരു കത്തിയുമായിട്ട് അച്യുതൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. നാളത്തെ പ്രമോ അങ്ങനെയാണ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ, ലൈവ് എപ്പിസോഡ്സും പ്രമോ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. താങ്ക്